ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭരണപക്ഷത്തുണ്ടാകുന്ന പരിഭ്രാന്തിയും തുടർന്നുണ്ടാകുന്ന വാക്കുപോരുകളും ജനാധിപത്യത്തിന്റെ പുതിയ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നതും. നരേന്ദ്രമോദി സർക്കാരിനും BJPക്കുമെതിരെ രാഹുൽ കാലം തുടങ്ങിക്കഴിഞ്ഞു എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള കടന്നാക്രമണങ്ങളാണ് സഭയിൽ അരങ്ങേറുന്നത്. ഭരണപക്ഷത്തെ മുതിർന്ന മന്ത്രിമാരെ പോലും മുൾമുനയിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രസംഗത്തെയും അതിൽ അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെ കുറിച്ചുള്ള രാഹുലിന്റെ വിമർശനമായിരുന്നു. 140 കോടി വരുന്ന ഭാരതീയരുടെ സ്വകാര്യ വിവരങ്ങൾ അഥവാ ഡാറ്റ ഒരു നിയന്ത്രണവുമില്ലാതെ അമേരിക്കയ്ക്ക് സൗജന്യമായി വിട്ടുകൊടുക്കുകയാണ് മോദി സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്വത്ത് വിവരങ്ങളാണെന്നിരിക്കെ ഡിജിറ്റൽ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം ഇന്ത്യ ഉപേക്ഷിച്ചതായും ഡാറ്റ ലോക്കലൈസേഷൻ പോലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇന്ത്യയെ ട്രംപിന് വിറ്റുകഴിഞ്ഞോ എന്ന രാഹുലിന്റെ ചോദ്യം ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലെങ്കിൽ അമേരിക്കയുമായി തുല്യ നിലയിൽ മാത്രമേ ചർച്ചകൾ നടത്തൂവെന്നും അദ്ദേഹം അടിവരയിട്ടാണ് പറയുന്നത്. രാജ്യത്തെ ടെക്സ്റ്റൈൽസ് അഥവാ തുണിത്തര വ്യവസായത്തെ ഈ കരാർ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിലും ഗൗരവകരമായ ചർച്ചകളാണ് നടന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് മുൻപ് 3% താരിഫ് ഇപ്പോൾ 18% വർദ്ധിപ്പിച്ചപ്പോൾ അയൽരാജ്യമായ ബംഗ്ലാദേശിന് 19% നിന്ന് 0% ഇളവ് നൽകിയ സാഹചര്യം അദ്ദേഹം വിവരിച്ചു. സ്വന്തം രാജ്യത്തെ വ്യവസായികളെ തകർത്ത് മറ്റു രാജ്യങ്ങൾക്ക് വഴിവിട്ട സഹായം നൽകുന്ന ഇത്തരം തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ പരാജയമാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ഈ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള രാഹുലിന്റെ ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകാതെ ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്താനാണ് ഭരണപക്ഷം ശ്രമിച്ചതെന്നും ശ്രദ്ധേയമാണ്. പ്രസംഗത്തിലെ മറ്റൊരു വമ്പൻ വെളിപ്പെടുത്തൽ വിവാദമായ എഫ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചായിരുന്നു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പൂരിയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി മാറി. അന്താരാഷ്ട്ര തലത്തിൽ ബാലലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ ജെഫ്രി എഫ്സ്റ്റീനുമായി കേന്ദ്രമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഇതിന് തെളിവുകൾ സഭയിൽ വെക്കാൻ രാഹുൽ തയ്യാറായെങ്കിലും സ്പീക്കർ അത് അനുവദിച്ചില്ല. തുടർന്ന് ഹർദീപ് സിംഗ് പൂരി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ താൻ എഫ്സ്റ്റീനെ 3-4 തവണ കണ്ടിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന അവസ്ഥയും ഉണ്ടായി. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് മന്ത്രി ന്യായീകരിച്ചെങ്കിലും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയുമായി എന്ത് സമാധാന ചർച്ചയാണ് നടത്തിയതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. തന്റെ പ്രസംഗത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള അന്വേഷണങ്ങളെ കുറിച്ചും രാഹുൽ സംസാരിച്ചു. 18 മാസമായി ഇന്ത്യയിൽ നിന്നുള്ള സമൻസുകൾ കൈപ്പറ്റാതെ അദാനി ഒഴിഞ്ഞു മാറുന്നത് സർക്കാരിന്റെ ഒത്താശയോടെയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഈ സാഹചര്യത്തെ വിശദീകരിക്കാൻ രാഹുൽ ഒരു മാർഷൽ ആർട്സ് ഉപമയാണ് ഉപയോഗിച്ചത്. എതിരാളിയെ പിടിച്ചുവെക്കുന്ന ഗ്രിപ്പ്, ശ്വാസം മുട്ടിക്കുന്ന ചോക്ക് എന്നീ രീതികളുള്ള ഇന്ത്യൻ ഭരണ സംവിധാനത്തെ ബാഹ്യ ശക്തികൾ നിയന്ത്രിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ നിശ്ചയിക്കുന്നത് BJP ഓഫീസിന് നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമന് അത് വെറുതെ വായിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രാഹുൽ പരിഹസിച്ചു. ചുരുക്കത്തിൽ വെറുമൊരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര സുരക്ഷകളെ ബാധിക്കുന്ന ഗൗരവകരമായ പ്രശ്നങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ഉയർത്തിയിരിക്കുന്നത്. അദാനി വിഷയത്തിലും എഫ്സ്റ്റീൻ ഫയൽസിലും സർക്കാർ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സ്പീക്കർ പല കാര്യങ്ങളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി വിഷയം മാറിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ വിദേശ നയങ്ങളും വ്യാപാര കരാറുകളും രാജ്യത്തിന് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും എന്ന് ഉറപ്പാണ്.